നമസ്കാരം. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ സാധാരണക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വാർത്ത ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം മാരുതി സുസുക്കിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വാഹന നിർമ്മാതാക്കൾ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ ഒരു പർട്ടിക്കുലർ വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു സെഗ്മെൻറ്റ് മറ്റേതെങ്കിലും ഒരു വാഹന നിർമ്മാതാക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ ഒരു വാഹനത്തെ അവർ പ്ലേസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ആ ഒരു സെഗ്മെൻറ്റിൽ മാരുതി സുസുക്കി അവരുടെ ഒരു വാഹനത്തെ കൊണ്ടുവന്ന് ആ വാഹനം ആ ഒരു സെഗ്മെൻറ്റിനെ തന്നെ ഭരിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാഹനത്തെ ഫോർഡ് കൊണ്ടുവന്നു. അതിന് ചുവട് വെച്ചിട്ടാണ് ബ്രസ വന്നത്. ഇപ്പോൾ ബ്രസയാണല്ലോ ആ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല സെയിൽ നേടുന്നൊരു വാഹനം. അതുമാത്രമല്ല, കോമ്പാക്ട് സെഡാൻ എന്ന് പറയുന്ന കാറ്റഗറി, ഇപ്പോൾ കോമ്പാക്ട് എസ് യു വിയെ പറഞ്ഞതുപോലെ തന്നെ കോമ്പാക്ട് സെഡാൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ടാറ്റ മോട്ടോഴ്സ് ഇൻഡിഗോ സി എസിലൂടെ കൊണ്ടുവന്നു. ഇൻഡിഗോ സി എസ്, ഇൻഡിഗോ കോമ്പാക്ട് സെഡാൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ആ ഒരു സെഗ്മെൻറ്റിൽ പിന്നീട് ആരാണ് ഭരിച്ചത്? നമുക്കറിയാം, ഡിസൈർ തന്നെയാണ്. 2026 ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളുടെ നമ്പർ എടുത്തപ്പോൾ ഒന്നാം സ്ഥാനത്തേക്കും ഡിസൈർ തന്നെയാണ് വന്നത്. നമ്മൾ എ സെഗ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലേറി ആയിക്കോട്ടെ, ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെയിൽ നേടുന്നുണ്ട്. അവിടെ വലിയ കോമ്പറ്റീഷനൊന്നും മാരുതി സുസുക്കിക്കില്ല. പക്ഷേ B1 സെഗ്മെൻറ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവിടെ രണ്ട് വാഹനങ്ങളാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അതിലൊന്ന് ഹ്യുണ്ടായുടെ എക്സ്റ്ററും മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ എന്താ പറയേണ്ട ആ ഒരു വാഹനത്തെക്കുറിച്ചിട്ട് HBX എന്ന് പറയുന്ന കോഡ് നെയിമിൽ വന്ന ഇൻസ്പയർഡ് ഡിസൈനൊക്കെ ആയിട്ട് വന്ന ആ ഒരു വാഹനം ടാറ്റ പഞ്ചാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 2024 കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനത്തിൻ്റെ എണ്ണം എടുത്തപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് പഞ്ചായിരുന്നു. ആ ഒരു സെഗ്മെൻറ്റാണിപ്പോൾ മാരുതി സുസുക്കി കണ്ണു വെച്ചിട്ടുള്ളത്. അവിടേക്ക് അവരൊരു വാഹനം കൊണ്ടുവരുന്നുണ്ട്. B1 സെഗ്മെൻറ്റിൽ പഞ്ചിന് കിട്ടുന്ന സ്വീകാര്യത, പഞ്ചിന് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ, അത് മാരുതി സുസുക്കിക്ക് വേണം. അവർ വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ദ Y43 എന്ന് പറയുന്ന കോഡ് നെയിമിൽ വരുന്ന ആ ഒരു വാഹനം. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് വാർത്തകൾ വെളിയിലേക്ക് വരുന്നുണ്ട്. ക്യാമോഫ്ലാജ് ചെയ്ത് ഈ Y43 വാഹനം, ആ വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യയുടെ വിവിധ ടെറിട്ടറിയിലൊക്കെ വാഹനം ഓടിച്ച് എൻജിൻ കപ്പാസിറ്റിയൊക്കെ മനസ്സിലാക്കി. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം, അവിടെ വിവിധ തരത്തിലുള്ള ഭൂപ്രകൃതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ കാര്യക്ഷമത പരിശോധിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇതും വളരെ വലിയൊരു ഇൻട്രോ ആയിരുന്നു. കാരണം പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബെഡ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് Y43 എന്ന് ചോദിച്ചാൽ, സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ആഗ്രഹത്തോടെ വാങ്ങാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ പെട്ട ഒരു വാഹനമാണിത്. അതായത് പഞ്ചിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ നൽകാനാണ് ഈ ഒരു വാഹനം വരുന്നത്. 2024 മുതൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് നെയിമാണ്. ഓട്ടോക്കാർ ഇന്ത്യയാണ് ആദ്യമായിട്ട് ഈ ഒരു വാഹനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാഹനം കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അവർ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, മാരുതി സുസുക്കിയുടെ CEO ആയിട്ട് അവരൊരു ഇൻ്റർവ്യൂ വയ്ക്കുകയും അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ എ സെഗ്മെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞാലും ഈ ഒരു വാഹനം വരുന്നത് B1 സെഗ്മെൻറ്റാണ്. ബി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. B1 സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു മാർക്കറ്റ് ഷെയർ, അത് പഞ്ചിന് ഉദ്ദേശിച്ചത് തന്നെയാണ്. ആ ഒരു മാർക്കറ്റ് ഷെയർ ഇവർക്ക് തീർച്ചയായിട്ടും വേണം എന്നുള്ള രീതിക്ക് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു വാഹനം എന്ന് പറയുന്നത് Y43 എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ വരും എന്ന് പിന്നീട് വരികയുണ്ടായി. നമുക്കറിയാം, മാരുതി സുസുക്കിയുടെ മനേസർ പ്ലാന്റിലാണ് ഈ എസ്പ്രസോ പോലെയുള്ള വാഹനങ്ങളൊക്കെ, അല്ലെങ്കിൽ എസ്പ്രസോയൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മനേസർ പ്ലാന്റിലാണ് ഉണ്ടാക്കുന്നത്. ഖർഖോഡ പ്ലാന്റിൽ വരാൻ പോകുന്ന Y43 എന്ന് പറയുന്ന കോഡ് നെയിമിൽ വരുന്ന പഞ്ച് റൈവൽ, ആ ഒരു വാഹനം നിർമ്മിക്കുന്നത് ഈ പറയുന്ന ഖർഖോഡ പ്ലാന്റിലായിരിക്കും. ഇപ്പോൾ തന്നെ റഷ് ലൈൻ്റെ കുറച്ച് ഇമേജസ് ഒക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത്, അവർക്ക് കിട്ടിയൊരു ഏരിയൽ വ്യൂ പ്രകാരം കുറച്ച് പിക്ചേഴ്സിനകത്ത് ഈ ഒരു ഖർഖോഡ പ്ലാന്റിൽ ഒരു വാഹനത്തെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അത് കണ്ടു കഴിഞ്ഞാൽ ബ്രസ്സയ്ക്ക് അടുത്ത് കിടക്കുന്നൊരു വാഹനമാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വാഹനമാണ്. ഈ ഒരു മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ Y43 എന്ന് പറയുന്ന വാഹനമാണ് എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. ഞാനതൊന്നും കൺഫേം ചെയ്യുന്നില്ല. ഈ ഒരു വാർത്ത വരുന്നു എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്. കാരണം
ഈ പറയുന്നൊരു സെഗ്മെൻറ്റിൽ നല്ലൊരു വാഹനം വന്നാൽ, അഫോർഡബിൾ റേറ്റിൽ വന്നാൽ തീർച്ചയായിട്ടും അത് സാധാരണക്കാർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം പഞ്ച് റൈവൽ എന്ന് പറയുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ വാഹനമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. അത് മാത്രമല്ല കുറച്ചും കൂടെ സർവീസും അല്ലെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കും. ഇപ്പോൾ പഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പഞ്ചിലിരിക്കുന്നത് 3 സിലിണ്ടർ റെവട്രോൺ എഞ്ചിനാണ്. ടർബോ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നാൽ പോലും മൈലേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. സേഫ്റ്റി ബാക്കിയുള്ള ആസ്പെക്റ്റിലൊക്കെ പഞ്ച് ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ വളരെ മികച്ചതാണ്. 2016 മുതൽ ഇപ്പോൾ ഈ പറയുന്ന ഇഗ്നിസൊക്കെ വളരെ നല്ല രീതിക്ക് ക്യാമോഫ്ലാജ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 2017 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇഗ്നിസ് വന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഗ്നിസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 സിലിണ്ടർ എന്ന് പറയുന്ന വളരെ റിഫൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം ഓൺ പേപ്പറൊക്കെ മികച്ച മൈലേജ് നൽകുന്ന ഒരു 22 കിലോമീറ്ററൊക്കെ മൈലേജ് പറഞ്ഞാലും നമുക്ക് പ്രാക്ടിക്കലി ഓടിക്കുമ്പോൾ ഒരു 18-19 തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ 3 സിലിണ്ടർ എഞ്ചിനായിട്ടുള്ള സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനായിരിക്കും മിക്കവാറും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേട്ടൻ സി വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കേട്ടൻ സി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഈ ടർബോ എഞ്ചിൻ കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വേർഷൻ എന്നുള്ള രീതിക്ക്. പക്ഷേ തീർച്ചയായിട്ടും എഞ്ചിൻ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഹൈബ്രിഡിന് ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനായിരിക്കും മിക്കവാറും ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ സെറ്റൽ ഇ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ, ഇപ്പോൾ നമ്മൾ 1.2 ആണ്, 1.2 ലിറ്റർ അല്ലെങ്കിൽ 1200 cc ആണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാലും നമുക്ക് പ്രാക്ടിക്കലി 24-25 കിലോമീറ്ററൊക്കെ മൈലേജ് ക്ലെയിം ചെയ്താലും നമ്മൾ നോർമൽ ലൈഫിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു 18 ആ ഒരു റേഞ്ചൊക്കെയാണ് കിട്ടുന്നത്. 18-19 22 പറഞ്ഞിട്ട് 18-19 കിട്ടുന്നതും 24 പറഞ്ഞിട്ട് 17-18-19 കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ E20 പെട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. അത് മാനിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ക്യാമോഫ്ലാജ് ചെയ്തിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ എഞ്ചിൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നറിയാനായിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ തുടങ്ങും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം 2026 അവസാനത്തോടു കൂടിയൊക്കെ ഒരു പ്രൊഡക്ഷൻ റെഡി ലെവലിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ റെഡി ലെവലിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം പ്രൊഡക്ഷൻസ് തയ്യാറാകും എന്നുള്ളതല്ല. 2027 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും, അല്ലെങ്കിൽ 2027 ഒരു സെക്കൻഡ് ക്വാർട്ടറൊക്കെ കഴിയുമ്പോൾ ആയിരിക്കും ഈ ഒരു വാഹനം മിക്കവാറും ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരവസരം ആ ഒരു സമയത്തായിരിക്കും ഉണ്ടാവുക. പക്ഷേ 2027-2028 സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വാഹനങ്ങൾ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു വാർത്ത വന്നു, ഇത്തരത്തിലുള്ളൊരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ മൈക്രോ SUV ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാരുതി കൊണ്ടുവരുന്നുണ്ട്. പഞ്ച് എന്ന് പറയുന്ന വാഹനം അതിനൊരു കോമ്പറ്റീഷനായിട്ടാണ് വരുന്നത്. 2024 പഞ്ച് ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ വിറ്റു. അത് ശരിക്കും മാരുതിക്കൊരു പ്രഹരമായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഷെയർ ഇവർക്ക് വേണം. അതിനുവേണ്ടിയാണ് ഇവർ വാഹനത്തെ കൊണ്ടുവരുന്നത്. എഞ്ചിൻ സൈഡാണ് നമ്മൾക്കിനി അറിയാനുള്ളത്. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ, ഇഗ്നിസ് എന്ന് പറയുന്ന മികച്ച വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം അതിനകത്തിരിക്കുന്ന 4 സിലിണ്ടർ എഞ്ചിൻ പോലെയുള്ള മികച്ച 4 സിലിണ്ടർ എഞ്ചിനൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വാഹനം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാൻ ആഗ്രഹിച്ചത്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.